അത് മനസ്സിലായി. അതിൽ പറ പേര് പറ. പേരെന്താണ് പറഞ്ഞിട്ട്? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ അല്ലെ? ഓക്കെ. വിഷ്ണുപ്രിയ കുറെ രാജ്യങ്ങൾ ഉണ്ട്. അതിൽ റാൻഡം ആയിട്ട് വിഷ്ണുപ്രിയ സെലക്ട് ചെയ്ത ഒരു രാജ്യം മാത്രം മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് എന്റെ കയ്യിലൊരു റോക്കറ്റാണ്, പിടിച്ചോ. ഈ റോക്കറ്റില് ആ രാജ്യത്തേക്ക് പോകാന്ന് വിചാരിക്കുക. ആ രാജ്യം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഏതായിരുന്നു ആ രാജ്യം പറയൂ? അതിൽ പറയും. ജർമ്മൻ. ജർമ്മനി. ഇവൻ തുറന്നു നോക്കൂ. ഓക്കെ. ദൃശ്യം ചെയ്യേണ്ടത്, ഒരു ടൂറ് പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊന്നും ഒരു രാജ്യം ദൃശ്യ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ആ രാജ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു രാജ്യം ഉണ്ടാവും, ഒരു വിദേശ രാജ്യം മനസ്സിലുള്ള ആ ഒരു രാജ്യത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. ആ രാജ്യത്തിന് ഓരോ അക്ഷരങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന്റെ ഫസ്റ്റത്തെ അക്ഷരം മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ജസ്റ്റ് എന്റെ ഫിംഗർ ഒന്ന് തൊടും, കണ്ണിക്കാൻ നോക്കൂ. അക്ഷരങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ABCDEFGHIJK. ഓക്കെ. ആ രാജ്യത്തിന് ദൃശ്യം അവിടെ പോയി ഇറങ്ങിയെന്ന് വിചാരിക്കുക. ആ രാജ്യത്തിന് ആ രാജ്യങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുക. മനസ്സിലുള്ള രാജ്യം ഇപ്പോ ഫ്രാൻസ് അല്ല. പേര് പറയും. ഓക്കെ. ഇപ്പൊ ഫൈജാസിനെ വെച്ചിട്ട് ഒരു മെന്റലിസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഈ ലോകത്തിലുള്ള ഏതൊരാളുടെയും പേര് മനസ്സിൽ വിചാരിക്കും. ഓക്കെ. അക്ഷരം മലയാളമാണെങ്കിൽ മലയാളം നിനക്ക് എങ്ങനെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതുപോലെ മനസ്സിൽ വിചാരിക്കുക. സെലിബ്രിറ്റിയാണ്. എഴുതാൻ ശ്രമിക്കാം. നമുക്ക് എഴുതി ശ്രമിച്ച് നോക്കട്ടോ, ശരിയാവുന്നറിയില്ല. ആ പേരിന്റെ ഓരോരോ അക്ഷരം ആയിട്ട് വിചാരിച്ചോണ്ടിരിക്കും. ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ണി നോക്ക്. പേരിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഫുള്ള് പേരിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയില്ല. പേര് ഇമാജിൻ ചെയ്ത് നോക്കി. ഇത് കയ്യിൽ വെച്ചോ. എഴുതിയിരുന്ന ഒരു പേര്. എന്തായിരുന്നു പേരെന്ന് പറ. യൂസഫ് അലി. എന്റെ പേര് യൂസഫ് അലി. അത് തുറന്നു നോക്ക്. എന്റെ പേരാണോ?